നമസ്കാരം. അമേരിക്ക ഇന്ത്യയെ നോക്കി തിരഞ്ഞെടുപ്പ് പഠിക്കുന്ന ഒരു കാലത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുകയാണ്. മോദി കാലത്തെ ഭാരതത്തിന്റെ പുതിയ ആത്മവിശ്വാസം ഇത്രത്തോളം വളർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെയും വോട്ടേഴ്സ് ഐഡിയയും ഒക്കെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സാക്ഷാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അത് ഇന്ത്യക്ക് ചെറിയൊരു അഭിമാനമല്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കുക എന്നുള്ളത് തന്നെ വളരെ വിരളമായി നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയേറെ വികസിച്ചു കഴിഞ്ഞ, ഇത്രയേറെ ആധുനികത അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യം, അതും അമേരിക്കയെ പോലെ ഒരു രാജ്യം, ഇന്ത്യയുടെ ഒരു സംവിധാനത്തെ, മോദി സർക്കാരിൻ്റെ ഭരണരീതിയെ, മോദി സർക്കാരിൻ്റെ ആധുനിക സമ്പ്രദായങ്ങളെ, സംസ്കാരങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്തിൻ്റെ ജനാധിപത്യ പാഠങ്ങൾ പഠിക്കാൻ ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് നോക്കിയിരുന്നത്. ഇന്ന് അതേ ലോകം ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു കാലം എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം ഇപ്പോൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണേണ്ട ഒന്നല്ല എന്നാണ് പറയാനുള്ളത്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ട്രംപ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് മറ്റൊരു രാജ്യത്തെയുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ സ്വന്തം ഇന്ത്യയെയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വോട്ടർമാരും ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ സംവിധാനവും വോട്ടെടുപ്പ് രീതിയും ചൂണ്ടിക്കാട്ടിയ ട്രംപ് അമേരിക്കയിലും ശക്തമായ വോട്ടർ തിരിച്ചറിയൽ സംവിധാനം വേണമെന്ന വാദത്തിന് ഇന്ത്യയെ ഉദാഹരണമാക്കിയിരിക്കുകയാണ്. ഇതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ പ്രാധാന്യം. ഇതൊരു ഇന്ത്യൻ പൗരന് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിനു മുന്നിൽ മാതൃകയായി ഉയർത്തിക്കാട്ടപ്പെട്ടത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണവും ഇതേ സമയം ഉണ്ടായിരിക്കുകയാണ്. അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പിന്തുണയ്ക്കാനോ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനോ ഇന്ത്യ തയ്യാറായില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയും കരുത്തും ലോകത്ത് ഇതിനകം തന്നെ സ്ഥാപിതമായ വസ്തുതകളാണ് എന്ന്. വളരെ പക്വതയുള്ള, വളരെ അളന്നു മുറിച്ച ഒരു മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയ്ക്ക് നടത്തിയത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ പുതിയ ആത്മവിശ്വാസവും. ഒരു കാലത്ത് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകം ദാരിദ്ര്യം, ജനസംഖ്യ, വികസനക്കുറവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അതിനൊക്കെ പുറമെ ശക്തമായ ഒരു ഭരണ നേതൃത്വമില്ലായ്മ എന്നിവയായിരുന്നു പ്രധാനമായി ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് ആ ചിത്രം പാടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം ഇന്ത്യയെ ഇന്ന് കാണുന്നത് ഒരു വലിയ വിപണിയായി മാത്രമല്ല, ഒരു സാങ്കേതിക ശക്തിയായി, ബഹിരാകാശ ശക്തിയായി, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയായി, ശക്തമായ പ്രതിരോധ ശക്തിയായി, ആഗോള നയതന്ത്ര ശക്തിയായി, ഏറ്റവും പ്രധാനമായി വലിയ ജനാധിപത്യ പരീക്ഷണങ്ങളെ വിജയകരമായി കൈകാര്യം ചെയ്യുന്ന രാജ്യമായി കൂടിയായിരിക്കുന്നു. ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രസക്തി ചർച്ച ചെയ്യേണ്ടത്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി കൂടുതൽ ശക്തമായി ബന്ധിപ്പിക്കണമെന്ന ആശയം വലിയ തോതിൽ മുന്നോട്ട് വന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം വെറും സർക്കാർ ഓഫീസുകളെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുന്നതിൽ ഒതുങ്ങിയില്ല. പൗരന്റെ സേവനങ്ങൾ മൊബൈൽ ഫോണിലേക്കും ഓൺലൈൻ സംവിധാനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ഭരണ സംസ്കാരത്തിന്റെ ഭാഗമായി അത് വികസിച്ചു. തിരഞ്ഞെടുപ്പ് മേഖലയിലും അതിന്റെ പ്രതിഫലനം കാണാം. ഇന്ന് വോട്ടർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം, സ്വന്തം പേര് വോട്ടർ പട്ടികയിൽ പരിശോധിക്കാം, അപേക്ഷയുടെ സ്ഥിതി അറിയാം, വിവരങ്ങൾ തിരുത്താം, ഈ എപ്പിക് ഡൗൺലോഡ് ചെയ്യാം, പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്താം, പരാതികൾ സമർപ്പിക്കാം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിക്കാം. ഇതിന് വെറും മോദി സർക്കാരിന്റെ നേട്ടമെന്ന ഒറ്റവരിയിൽ പറയുന്നത് പോലും വളരെ ലളിതമായി പോവും, അല്ലെങ്കിൽ ഈ മാറ്റത്തിന്റെ വ്യാപ്തിയെ ചെറുതാക്കുന്നതായിരിക്കും. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഇതേ സമയം അംഗീകരിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് അതിവേഗം നീക്കിയ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മോദി ഭരണകാലത്തിന് നിർണായക പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഡിജിറ്റൽ തിരഞ്ഞെടുപ്പ് അടിസ്ഥാന സൗകര്യത്തെ മോദി കാലഘട്ടത്തിലെ വലിയ ഭരണ പരിവർത്തനത്തിന്റെ ഭാഗമായി മാത്രം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ECNet പോലുള്ള സംവിധാനങ്ങളിലേക്ക് നോക്കൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരമനുസരിച്ച് 40-ലധികം ആപ്പുകളും പോർട്ടലുകളും ഏകീകരിച്ച് വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്ന സംവിധാനമാണ് ECNet. ഇതാണ് ഇന്ത്യ മാറിയതിന്റെ യഥാർത്ഥ ചിത്രം.
പക്ഷേ അതിലും വലിയ ചോദ്യം ഒന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ ഉദാഹരണമാക്കിയത് എന്ന്. കാരണം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഒരു ചെറിയ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പല്ല. നൂറുകണക്കിന് ദശലക്ഷം വോട്ടർമാർ, ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ, ലക്ഷക്കണക്കിന് പോളിംഗ് പേഴ്സണൽ, ഭാഷയും ഭൂമിശാസ്ത്രവും സാമൂഹിക വൈവിധ്യവും നിറഞ്ഞ ഒരു രാജ്യം. മഞ്ഞുമല മുതൽ മരുഭൂമി വരെ, നഗരങ്ങളിൽ നിന്ന് കാടുകളിലേക്കും ദ്വീപുകളിൽ നിന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ജനാധിപത്യത്തിന്റെ വോട്ടുപെട്ടി എത്തിക്കുന്ന ഒരു മഹത്തായ ഭരണ പ്രക്രിയയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ്. ഇത്രയും വലിയ ജനാധിപത്യ യന്ത്രത്തെ ഓരോ തിരഞ്ഞെടുപ്പിലും പ്രവർത്തിപ്പിക്കുക എന്നത് തന്നെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ട്രംപിന്റെ പരാമർശത്തിന് രാഷ്ട്രീയ അതിരുകൾക്കപ്പുറമുള്ള പ്രാധാന്യം ലഭിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മാതൃകയിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്ന സാഹചര്യം ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന് വലിയ അംഗീകാരമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർക്ക് അഭിമാനത്തോടെ ചോദിക്കാവുന്ന ചോദ്യമുള്ളത്. ഇന്ത്യയെ ലോകത്തിന്റെ അവസാന നിരയിൽ നിർത്തിക്കണ്ട് സംസാരിച്ചിരുന്ന കാലത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലെ ഒരു ഭരണ സംവിധാനത്തെ മാതൃകയാക്കി ചൂണ്ടിക്കാട്ടുന്ന ഈ കാലത്തേക്കുള്ള ഈ യാത്ര എങ്ങനെ സംഭവിച്ചു? ഉത്തരം ഒറ്റ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ഇന്ത്യയിൽ നടന്ന ഭരണപരവും സാങ്കേതികവുമായ മാറ്റങ്ങളെ അതിൽ നിന്ന് ഒരല്പം പോലും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ ശക്തി ഇന്ന് തോക്കിലും ടാങ്കിലും മാത്രമല്ല. ഇന്ത്യയുടെ ശക്തി അതിന്റെ സ്ഥാപനങ്ങളിലാണ്. ഇന്ത്യയുടെ ശക്തി അതിന്റെ ജനാധിപത്യത്തിലാണ്. ഇന്ത്യയുടെ ശക്തി അതിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലാണ്. ഇന്ത്യയുടെ ശക്തി അതിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യത്തിലാണ്. അതിലും വലിയ ശക്തി ഇത്രയും വൈവിധ്യങ്ങൾക്കിടയിലും തിരഞ്ഞെടുപ്പിലൂടെ അധികാരം സമാധാനപരമായി കൈമാറാൻ കഴിയുന്ന ജനാധിപത്യ സംസ്കാരത്തിലാണ്. ആ സംസ്കാരത്തിന് ഒരല്പം പോലും കേട് സംഭവിക്കാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഭരണയന്ത്രം തിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തിലാണ്. അതിനാലാണ് ഈ വാർത്തയെ വെറും ട്രംപ് മോദിയെ പുകഴ്ത്തി എന്ന തലക്കെട്ടിൽ ഒതുക്കുന്നത് ശരിയാക്കാത്തത്. ഇത് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള പ്രതിച്ഛായയുടെ ഒരു ചെറിയ ജനാലയാണ് എന്ന് വേണം പറയാൻ. അതിനാൽ ട്രംപിന്റെ പരാമർശം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിനുള്ള അന്താരാഷ്ട്ര അംഗീകാരത്തിന്റെ നിമിഷമാണെന്ന് വേണം പറഞ്ഞു വയ്ക്കാൻ. എന്നാൽ അതിനെ വിമർശനങ്ങൾക്കപ്പുറമുള്ള അന്തിമ സർട്ടിഫിക്കറ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല എന്നത് മറ്റൊരു വസ്തുത. എന്നിരുന്നാലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല. ഇന്ത്യയെ മാതൃകയാക്കി അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യം തന്നെ ഇന്ത്യയുടെ മാറിയ സ്ഥാനത്തിന്റെ പ്രതീകമാണ്. ഒരിക്കൽ ഇന്ത്യ പാശ്ചാത്യ ലോകത്തെ നോക്കി എങ്ങനെ വികസിക്കണമെന്ന് ചോദിച്ചിരുന്നു. ഇന്ന് ലോകത്തിലെ ശക്തമായ രാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തു എന്ന്. അതാണ് പുതിയ ഇന്ത്യ. അതാണ് മോദി കാലഘട്ടം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശങ്ങളിലൊന്ന്. ഇന്ത്യ ഇനി ലോകത്തോട് അംഗീകാരം ചോദിക്കുന്ന രാജ്യമല്ല. ലോകം ഇന്ത്യയുടെ മാതൃകകളെ ചർച്ച ചെയ്യുന്ന രാജ്യമാണ്, കാലമാണ്. ട്രംപിന്റെ വാക്കുകൾ ആ മാറ്റത്തിന്റെ പ്രതിധ്വനി മാത്രമാണ്. അതുകൊണ്ട് ഈ വാർത്തയിൽ ഒരു ഇന്ത്യൻ പൗരന് അഭിമാനിക്കാവുന്ന കാര്യമുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്റെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ പേരാണ് അവിടെ ഉയരുന്നത്. ആ ഇന്ത്യയുടെ പേര് ഉയരുമ്പോൾ അതൊരു പാർട്ടിയുടെ മാത്രം അഭിമാനമല്ല, അതൊരു സർക്കാരിന്റെ മാത്രം അഭിമാനമല്ല, അത് 140 കോടിയിലധികം ഇന്ത്യക്കാരുടെ ജനാധിപത്യ ആത്മവിശ്വാസത്തിന്റെ അഭിമാനമാണ്. എന്നാൽ ആ ആത്മവിശ്വാസം ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു ഭരണകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ ഒരല്പം പോലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാഷ്ട്രീയം എന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന്റെ പേര് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ കഴിവിനെ ലോകം തിരിച്ചറിയുന്ന തരത്തിൽ അതിന്റെ സ്ഥാപനങ്ങളെയും സാങ്കേതിക ശേഷിയെയും ഭരണ സംവിധാനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പേര് കൂടിയാണ് രാഷ്ട്രീയം. ഇന്ന് അമേരിക്ക ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ നോക്കിക്കാണുന്നു. നാളെ ലോകത്തിലെ മറ്റേതെല്ലാം രാജ്യങ്ങൾ ഇന്ത്യയുടെ മാതൃകകളിലേക്ക് നോക്കുമെന്നതാണ് ഇനി ചോദിക്കാനുള്ള ചോദ്യം. ഇന്ത്യ ഉയരുകയാണ്, ലോകം അത് കാണുകയാണ്. ട്രംപിന്റെ വാക്കുകൾ അതിന് മറ്റൊരു അന്താരാഷ്ട്ര സാക്ഷ്യം മാത്രമാണ്.